ഇവൾ ഇതിനും എവിടെ കണ്ട പോലെ അവന് ചെറിയ ഓർമ്മയൊക്കെ വന്നു. അതിനുശേഷം സാറും അറ്റൻഡൻസ് ഒക്കെ എടുത്തിട്ട് പോകുമ്പോഴാണ് ലിംജിങ്ങനും സൂഹയെ കണ്ടിട്ട് ക്യൂട്ടായിട്ട് അവനെ നോക്കി സൈറ്റ് അടിക്കും. ഇത് കണ്ട് അവനൊന്നും മനസ്സിലാകത്തില്ല. അപ്പോഴാണ് സൂജിൻ അവിടേക്ക് വന്നിട്ട് ഇവനെ സാറ് വിളിച്ചെന്ന് പറഞ്ഞ് അവനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ സൂജിനും സൂഹയും കൂടെ ഫാമിലി ഫ്രണ്ട്സാ, അതുകൊണ്ട് അവർ തമ്മിൽ നല്ല പരിചയമുണ്ട്. അതേസമയം ഹൻസുജിൻ ക്ലാസ്സിൽ ഇരിക്കുമ്പോഴാണ് അവിടേക്ക് കുറച്ച് പയ്യന്മാരും വന്നിട്ട് ഇവനെ റാഗ് ചെയ്യും. ഇതോടെ ആ ക്ലാസ്സിൽ ഇരിക്കുന്ന എല്ലാവരും പേടിച്ചിരിക്കുമ്പോഴാണ് ഹൻസുജിൻ ദേഷ്യത്തിൽ അവന്മാരെ വിളിച്ചോണ്ട് പുറത്തേക്ക് സംസാരിക്കും. അതിനെ ശിവമാരെല്ലാരും കൂടെ ഹൻസുജിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വിളിക്കുമ്പോഴാണ് അവന് ആക്ടിംഗ് ഒക്കെ മതി എന്ന് പറഞ്ഞിട്ട് ഇവർ തമ്മിൽ നല്ല രീതിക്ക് സംസാരിച്ചോണ്ടിരിക്കും. കാരണം ഇവന്മാരൊക്കെ ഹൻസുജിന്റെ ഗ്രൂപ്പാണ്. അങ്ങനെ ഇവ വീണ്ടും തിരിച്ച് സ്കൂളിലേക്ക് വന്നത് അവന്മാർക്ക് സന്തോഷം എന്ന് പറഞ്ഞ് സംസാരിച്ചോണ്ടിരിക്കും. കാരണം ഹൻസുജിന്റെ അമ്മ ഹോസ്പിറ്റലിലായതുകൊണ്ട് അവൻ കുറച്ചു മാസം ലീവ് എടുത്ത. അതിനുശേഷം അവൻ ഇപ്പോഴാണ് തിരിച്ച് സ്കൂളിലേക്ക് വരുന്നത്. പക്ഷെ സ്കൂളിലാണ് ഇവനെ സസ്പെൻഷൻ കിട്ടി പോയെന്ന് പറഞ്ഞ എല്ലാവരും സംസാരിച്ചോണ്ടിരിക്കുന്നത്. അങ്ങനെ ലിംജിങ്ങിനും ഹൻസുജിനെ കുറിച്ച് അവളുടെ കൂട്ടുകാരോട് ചോദിക്കുമ്പോഴാണ് അവൻ ആരെ അടിച്ച് പഞ്ഞിക്കിട്ടുകൊണ്ട് സസ്പെൻഡ് ചെയ്തിട്ട് അവൻ ഇപ്പോഴാണ് തിരിച്ച് സ്കൂളിലേക്ക് വന്നെന്ന് അറിയും. അപ്പോഴാണ് ഇതെല്ലാം കേട്ട് സൂചിനും അതൊക്കെ ചുമ്മാ തള്ളാന്ന് പറഞ്ഞിട്ട് അവൾ സത്യം തോന്ന് ഇവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അങ്ങനെ ഇവർ മൂന്ന് ഒരുമിച്ച് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടുത്തെ ആമ്പിള്ളേരെല്ലാരും കൂടെ ലിംജിങ്ങിനെ കണ്ടിട്ട് അവൾ കഴിക്കുന്നതും കാണാൻ ക്യൂട്ടാന്ന് അറിയും. ഇതോടെ അവളും എടുത്തുവരി കഴിക്കാൻ നോക്കുമ്പോഴാണ് ഇവന്മാര് പറഞ്ഞേ കേട്ട് പതിയെ കഴിക്കാന്ന് പറഞ്ഞ് അവളും കുറച്ച് ക്യൂട്ടായിട്ട് ആക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോഴാണ് ഇതെല്ലാം അനിയനും കണ്ടിട്ട് ഇവളുടെ തീറ്റി എനിക്ക് മാത്രമേ അറിയത്തുള്ളെന്ന് അവന് മനസ്സ് വിചാരിച്ചോണ്ടിരിക്കും. അങ്ങനെ ലഞ്ച് കഴിഞ്ഞ് സൂഹയും പുറത്തേക്ക് ഇരിക്കുമ്പോഴാണ് ലിംജിങ് പെട്ടെന്ന് അവന് കൊടുക്കാനുള്ള ബുക്കും ഡ്രസ്സായിട്ട് അവിടേക്ക് വന്നിട്ട് നമുക്ക് മുകളിൽ വെച്ച് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. ഇത് കേട്ട് അവനൊന്നും മനസ്സിലാവാതെ ഇവൾ എന്തിനെ വിളിച്ചെന്ന് പറഞ്ഞ് അവനും ദേഷ്യത്തിൽ അവളെ കാണാൻ വേണ്ടി പോകും. അതോടെ അവളും ഇവള് കൊണ്ടുവന്ന സാധനം അവന്റെ കൊടുക്കുമ്പോഴാണ് അവനത് വാങ്ങിച്ചിട്ട് ഇതെന്തോ ലവ് പ്രൊപ്പോസൽ ആണെന്ന് അവൻ ചോദിക്കും. അപ്പോഴാണ് അവളും പ്രൊപ്പോസൽ ഒന്നല്ല, ഇവന് തരാന്ന് പറഞ്ഞ മറ്റേ ബുക്കും പിന്നെ ഇവന്റെ യൂണിഫോം ഉണ്ടെന്ന് അറിയും. അപ്പോഴാണ് അവനത് വാങ്ങിച്ചിട്ട് നമ്മൾ ഫ്രണ്ട്സ് അല്ലാത്തോണ്ട് വെറുതെ ഇത്രയും ക്ലോസ് ആയിട്ട് ആക്ട് ചെയ്യേണ്ടെന്ന് അവൻ അവളെ വാൺ ചെയ്യും. അപ്പോഴാണ് അവൾക്കൊന്നും മനസ്സിലാവാതെ നമ്മൾ ഇന്നലെയും പുറത്ത് വെച്ച് മീറ്റ് ചെയ്തില്ലെന്ന് അവനോട് ചോദിക്കുമ്പോഴാണ് അവന് ഏത് സ്വപ്നത്തിലാണ് നീ ജീവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവൻ ആ സാധനം വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇവൾക്ക് പിടിയിടുന്നത് അപ്പൊ സത്യത്തിൽ ഇന്നലെ മേക്കപ്പ് ഇല്ലാതെ കണ്ടപ്പോ ഇവൻ ആളെ പിടികിട്ടിയില്ലെന്ന്. അതോടെ അവളും അവന് കൊടുത്ത ആ ബുക്കിന്റെ മുകളിൽ എഴുതി വെച്ചാണ് ഇവള് മേക്കപ്പ് ഇട്ട് സ്കൂളിലേക്ക് വരുന്ന കാര്യം ആരോടും പറയാത്തിന് താങ്ക്സ് എന്ന്. ഓരോ ഇപ്പൊ അവൻ വായിക്കുവാണ് സത്യത്തിൽ അറിയുന്ന പറഞ്ഞ് ഇവളും പെട്ടെന്ന് ആ ബുക്ക് തിരിച്ചു വാങ്ങിക്കാൻ വേണ്ടി പോകും. അങ്ങനെ ഇവൾ അവനെ ഫോളോ ചെയ്തിട്ട് ഇവൾ കൊടുത്ത സാധനം വേറെയാന്ന് പറയും. ഇത് കേട്ട് അവനും ഇതിനകത്ത് യൂണിഫോം ഉണ്ടല്ലോ എന്ന് പറയുമ്പോഴാണ് അവളും പെട്ടെന്ന് ഇതിനകത്ത് ഗേൾസിന് യൂസ് ചെയ്ത പാഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവന്റെ സാധനം വാങ്ങിച്ചിട്ട് ഇവള് നാളെ യൂണിഫോം തരാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവള് നാണം കെട്ട് വാഷ്റൂമിൽ ചെന്നിട്ട് ഇനി ഇവൻ ഏത് സീക്രറ്റിനെ കുറിച്ചാണ് വിചാരിച്ചതെന്ന് അവള് മൊത്തത്തിൽ പുകഞ്ഞു പോയിരിക്കും. അതിനുശേഷം സാറും ഇവർ ഗ്രൂപ്പായിട്ട് വർക്ക് കൊടുക്കുമ്പോഴാണ് വീണ്ടും സൂഹോയുടെ ടീമിൽ അവള് വെട്ടുപോകും. അതോടെ അവളും ഇവനെ കാണാൻ പറ്റാതെ കുനിഞ്ഞിരിക്കുമ്പോഴാണ് അവിടേക്ക് സാറും വന്നിട്ട് ക്ലാസ് സമയത്ത് ഉറങ്ങുന്നെന്ന് പറഞ്ഞ് അവളെ ഉണർത്തും. അതിനുശേഷം ഇവളും അടുത്ത് വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് അവളുടെ ചേച്ചിയും കാണാൻ കൊള്ളുന്നല്ല സാറും എല്ലാം ഇവളുടെ സ്കൂളിൽ ഉണ്ടാകും ചോദിക്കും. കാരണം അന്ന് ഇവളെ സ്കൂളിൽ കൊണ്ടാക്കിയപ്പം ക്ലാസ് ടീച്ചറിനെ ചേച്ചി കണ്ടു കാണും. അങ്ങനെ അയാളെ കുറിച്ച് തിരക്കുമ്പോഴാണ് ലിംജിങ്ങനും ഞങ്ങളുടെ സ്കൂളിൽ കാണാൻ കൊള്ളുന്ന ആരില്ലെന്ന് പറഞ്ഞ് അവൾ മൊത്തത്തിൽ ഡാമേജ് ചെയ്ത് അങ്ങോട്ടും. ഇതോടെ ചേച്ചിയും കുറച്ച് ക്യൂട്ടായിട്ട് ആക്ട് ചെയ്യുന്ന സാറുണ്ടെന്ന് ചോദിക്കുമ്പോഴാണ് അവൾ ഇല്ലെന്ന് തന്നെ പറയും. പോരാതെ അവള് തന്നെ ഇപ്പൊ സ്ട്രെസ്സിലാന്ന് പറയുമ്പോഴാണ് ചേച്ചി ഈ പ്രായത്തിലേക്ക് നിനക്കെന്തോ സ്ട്രെസ് എന്ന് ഗെയിം കളിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് അവളും ദേഷ്യത്തി ഈ പ്രായത്തിൽ അതൊക്കെ വന്നോടെ എന്ന് ചേച്ചിയോട് ദേഷ്യപ്പെടുമ്പോഴാണ് ചേച്ചി ആർക്ക് നേരെ ദേഷ്യപ്പെടുന്നെന്ന് പറഞ്ഞ് അവളെ അടിക്കാൻ വരുമ്പം ഇവളെ രക്ഷപ്പെട്ട് റൂമിലേക്ക് അങ്ങ് ചെല്ലും. അപ്പോഴാണ് അതേസമയം സൂഹോ ഇവളെ ഫോൺ വിളിച്ചിട്ട് ഇവൾക്ക് തരാനുള്ള സാധനം ഇപ്പൊ തന്നെ കൊണ്ടുവന്ന് തരാൻ പറയും. അതോടെ അവള് മൊത്തം ഷോക്കായി എന്റെ നമ്പർ അങ്ങനെ നിനക്ക് കിട്ടുകയും ചോദിക്കുമ്പോഴാണ് അവനത് കിട്ടാനുള്ള വഴിയൊക്കെ അവൻ അറിയാന്ന് പറയും. അപ്പോഴാണ് ഇവളും പേടിച്ചിട്ട് ഇവൻ ഡ്രസ്സിനെ കുറിച്ചാണോ അല്ലെ തരാന്ന് പറഞ്ഞ ബുക്കിനെ കുറിച്ചാണോ എന്ന് പറഞ്ഞ് അവള് കൺഫ്യൂസായി എന്തോ കൊണ്ടുവരേണ്ടെന്ന് ചോദിക്കുമ്പോഴാണ് അവന് ചുമ്മാ തമാശ കളിക്കില്ലെന്ന് പറഞ്ഞ് അവനൊരു അഡ്രസ്സ് അറിഞ്ഞിട്ട് അവിടേക്ക് സാധനം കൊണ്ടുവരാൻ പറയും. ഇതോടെ അവള് മൊത്തം ടെൻഷനായി ഇനി മേക്കപ്പ് ഇട്ട ലിംജിങ്ങിന്റെ അടുത്ത് നിന്ന് ഡ്രസ്സ് ആവശ്യപ്പെടുവാണോ അല്ല മേക്കപ്പ് ഇടാത്ത എന്റെ അടുത്തിരുന്ന് ബുക്ക് ആവശ്യപ്പെടുവാന്ന് അവൾ ആലോചിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇതിൽ ഏതാന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റാതെ ഒരു മേക്കപ്പ് ഇടാതെ ബുക്ക് എടുത്തോണ്ട് പോയ അവ ലിംജിങ്ങിനാ ഫോം വിളിച്ചെന്ന് പറഞ്ഞ് ഇവളുടെ സത്യം അറിയുന്ന അവള് പേടിക്കും. ഇനിയിപ്പോ ഇവള് മേക്കപ്പ് ഇട്ടോണ്ട് പോയാ ഇനി നീയാണോ ലിംജിങ് എന്ന് എങ്ങനെയായാലും അവൻ കണ്ടുപിടിക്കുമെന്ന് ഇവൾക്കറിയാം. അപ്പോഴാണ് അവളെങ്കിൽ പിന്നെ ഒരു സൈഡ് മേക്കപ്പും ഒരു സൈഡ് മേക്കപ്പ് ഇല്ലാതെ പോകാൻ തീരുമാനം എടുക്കും. അങ്ങനെ അവളോ പ്ലാൻ ഫോക്കസ് ചെയ്ത് രണ്ട് സാധനം പാക്ക് ചെയ്ത് അവനെ കാണാൻ വേണ്ടി റെഡി ആകുമ്പോഴാണ് താഴെ അനിയൻ നടന്നു വന്ന് സൗണ്ട് കേൾക്കുന്നത്. ഇതോടെ അവളും പെട്ടെന്ന് താഴെ കൂടി ചെന്ന് ഇവൾക്കൊരു സഹായം ആവശ്യമുണ്ടെന്ന് പറയുമ്പോഴാണ് അവനും പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ നോക്കും. ഇതോടെ അവളും ഈ സഹായം മാത്രം ചെയ്യാണ് നിന്നെ ചേട്ടാന്ന് വിളിക്കാന്ന് പറയുമ്പോഴാണ് അവൻ ഈ ഡീല് കൊള്ളാമെങ്കിലും അവനിപ്പോ വേറൊരു പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. അതുകൊണ്ട് അവൾക്ക് വേറെ വഴിയില്ലാതെ ഹൻസുജിന്റെ ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് അവളുടെ ഫേസ് കാണിക്കാതെ സൂഹയെ കാണാൻ വേണ്ടി പോകും. ഇതോടെ അവിടെ ഇരിക്കുന്ന എല്ലാവരും ലിംജിങ്ങിനെ തന്നെ നോക്കുമ്പോഴാണ് സൂഹയും ഇവൾ എന്തിനാ ഹെൽമെറ്റ് ഇട്ടോണ്ടെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും ബൈക്കിന് പോലെ തന്നെ സൈക്കിൾ വരുന്ന ഡേഞ്ചറാന്ന് പറഞ്ഞ് ഹെൽമെറ്റ് ഇട്ടാന്ന് പറയും. അതിനുശേഷം അവനെങ്കിൽ പിന്നെ ഇപ്പൊ ഹെൽമെറ്റ് വരാൻ പറയുമ്പോഴാണ് അവളും പനിയാന്ന് പറഞ്ഞ് ആക്ട് ചെയ്യും. ഇതൊക്കെ കേട്ട് അവനെങ്കിൽ പിന്നെ തരമുള്ള സാധനം ചോദിക്കുമ്പോഴാണ് അവളും ബുക്കാണോ ഡ്രസ്സാണോന്ന് പറഞ്ഞ് ഏതെടുത്തെടുക്കണം എന്ന് ആലോചിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവനും ബുക്ക് എടുക്കാൻ ഇത്ര സമയം എന്ന് പറഞ്ഞ് അവളോട് സംസാരിക്കുമ്പം ഇവൾക്ക് ആ
ആശ്വാസമാകും ഇവൻ ബുക്കിനെ കുറിച്ചാണ് ചോദിക്കുന്നതെന്ന്. അതോടെ അവളത് എടുത്തു കൊടുത്തിട്ട് അവിടുന്ന് പോകാൻ നോക്കുമ്പോഴാണ് അവനിവൾ കുടിക്കാൻ വേണ്ടി കോഫി ഓർഡർ ചെയ്തെന്ന് പറയും. അപ്പോഴാണ് അവളും ജസ്റ്റ് വാഷ്റൂമിൽ പോയിട്ടെന്ന് പറഞ്ഞിട്ട് എന്തായാലും ഇവ മേക്കപ്പ് ഇടാത്ത ആളെ തപ്പുന്നതെന്ന് പറഞ്ഞ് അവൾ ഹെൽമെറ്റൊക്കെ ഊരി വെച്ച് അവളുടെ മേക്കപ്പ് മൊത്തത്തിൽ ക്ലീൻ ചെയ്യും. അതിനുശേഷം ഇവൾ സമാനത്തെ അവിടേക്ക് വന്നിരുന്നിട്ട് ഇവളുടെ നമ്പർ എങ്ങനെ കിട്ടിയെന്ന് ചോദിക്കുമ്പോഴാണ് അവൻ ആ ബുക്ക് കടയിലെ ഓണറിന്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചാന്ന് പറയും. അതിനുശേഷം ഇവളും അവൻ സൈൻ ചെയ്ത സീക്രട്ട് പിന്നെ എന്തോന്ന് ചോദിക്കണം എന്ന് ആലോചിച്ചിട്ട് അവളിനി വേണ്ടെന്ന് തീരുമാനം എടുക്കും. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം ഇവളും ക്ലാസ്സിലേക്ക് ചെന്നിട്ട് സൂഹോനെ മൈൻഡ് ചെയ്യാതെ അവന് ഡ്രസ്സ് കൊടുത്തിട്ട് അവൾ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് പോകുന്ന വഴിക്ക് അതായത് ഹൺസജിനെ ഇടിച്ചിടുന്നത്. അതിനുശേഷം അവൾ സോറി വെച്ചിട്ട് പോകുമ്പോഴാണ് ഇവൾ ഇടിച്ചപ്പോ തന്നെ അവൻ ഓർമ്മ കിട്ടും ഇവളാ അന്ന് ഹെൽമെറ്റ് എടുത്തോണ്ട് പോയെന്ന്. അതിനുശേഷം ഇവെല്ലാം PT പീരീഡ് കളിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഹൺസുജൻ അവളുടെ അടുത്തേക്ക് വന്നിട്ട് നീല എന്റെ ഹെൽമെറ്റ് എടുത്തോണ്ട് ഓടിയെന്ന് അവളെ തടഞ്ഞു നിർത്തും. അപ്പോഴാണ് അവളും പുറയിലോട്ട് തിരിഞ്ഞു നോക്കുന്ന പറഞ്ഞ് അന്നത്തെ പോലെ ആക്ഷൻ കാണിക്കുമ്പോഴാണ് ഇവന് അന്നത്തെ പോലെ പറ്റിക്കാൻ നോക്കണമെന്ന് പറയുമ്പോൾ പുറയുന്ന ബോൾ ഒന്ന് ഇവന്റെ തല അടിക്കും. ഇതോടെ അവളും ഞാൻ ഹെൽമെറ്റ് നാളെ തന്നെ തരാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോഴാണ് അവൾ തന്നെ സ്ലിപ്പായി അവിടെ തന്നെ വീണു പോകും. ഇത് കണ്ട് ഹൺസുജനും ചിരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇതൊന്നും മൈൻഡ് ചെയ്യാതെ സൂഹോ ഇവളെ ചാടി അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇത് കണ്ട് അവളും ഇവ മൈൻഡ് ചെയ്യാതെ തന്നെ ഭാഗ്യാന്ന് പറഞ്ഞ് അവളെ സമാധാനത്തിരിക്കും. അതിനുശേഷം ലിംജിങ് അവളുടെ ഫ്രണ്ട്സ് ആയിട്ട് പുറത്തു പോകുമ്പോഴാണ് സൂഹോ ഇപ്പൊ ലവേഴ്സ് ആയിട്ട് 100 ദിവസമായി. അങ്ങനെ അവളുടെ ബോയ് ഫ്രണ്ട് രാവിലെ തൊട്ടേ വിഷ്വലും ചെയ്തില്ലെന്ന് പറയുമ്പോഴാണ് ഇപ്പൊ ക്ലാസ്സിൽ വെച്ച് അവനും ഇവരുടെ 100ാമത്തെ ദിവസം ഗ്രാൻഡ് ആയിട്ടിരിക്കണം എന്ന് പറഞ്ഞ് അവന് ക്ലാസ്സിൽ ഒരു വൺ സെറ്റപ്പ് തന്നെ നടത്തിക്കൊണ്ടിരിക്കും. ഇതൊന്നും അറിയാതെ ഇവളും ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോഴാണ് അവന്റെ സെറ്റപ്പ് എല്ലാം കണ്ട് ഇവൾ മൊത്തത്തിൽ ഇംപ്രസ് ആയി പോകും. അതിനുശേഷം അവന് മൊത്തത്തിൽ ഡാൻസ് കളിച്ച് ഞാൻ ആകെ സ്നേഹിക്കുന്ന നിന്നെ മാത്രമെന്ന് പറഞ്ഞ് അവനും കുറച്ച് ഡാൻസ് കളിക്കുമ്പോഴാണ് ഇതൊക്കെ സൂചന കണ്ടിട്ട് അവൾക്ക് ക്രിഞ്ചായിട്ട് തോന്നും. അതിനുശേഷം ഇവരെല്ലാരും കൂടെ അവരുടെ ഒരു കിസ് ചെയ്യാൻ വേണ്ടി പറയുമ്പോഴാണ് ഇതെല്ലാം ക്ലാസ്സിലിരിക്കുന്ന ഒരു പയ്യനെ കണ്ടിട്ട് സിംഗിൾ ആയിട്ടുള്ള എന്റെ ഫ്രണ്ട് കിസ് ചെയ്യുന്നെന്ന് പറഞ്ഞ് അവന് കേക്ക് എടുത്ത് ഇവർ ദേഹത്ത് എറിയാൻ വേണ്ടി വരും. അപ്പോഴാണ് അവര് മാറിയതോടെ ഇവൻ ഓപ്പോസിറ്റിൽ നിന്ന് ലിംജിന്റെ ഫേസ് മൊത്തത്തിൽ ആ കേക്ക് വീഴും. അതോടെ അവരെല്ലാരും മൊത്തത്തിൽ ഷോക്കായി പോകും. ലിംജിങ്ങിന്റെ ഫേസ് മൊത്തത്തിൽ കൊളമായി പോയെന്ന് പറഞ്ഞ്. പക്ഷെ ഇവളാണ് അതിനേക്കാളും പേടിയ. ഇപ്പൊ മാത്രം ഫേസ് വാഷ് ചെയ്ത ക്ലാസ് ഇരിക്കുന്ന എല്ലാരും ഇവള് ഫുള്ള് മേക്കപ്പാന്ന് അറിയെന്ന് പറഞ്ഞ്. അങ്ങനെ ഇവരെല്ലാം ടിഷ്യൂ പേപ്പർ എടുത്ത് അവളുടെ അടുത്തേക്ക് വരുമ്പോഴാണ് ഇവള് ഞാൻ തന്നെ ക്ലീൻ ചെയ്തോളെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് രക്ഷോട്ട് ഓടിപ്പോവും. അപ്പോഴാണ് അതേസമയം പുറത്ത് ഹൺസുജനും അവന്റെ ഷൂ ലേസ് ഇങ്ങനെ ഇട്ടോണ്ടിരിക്കുമ്പം ഇവളും വഴി മാറിക്കോന്ന് പറഞ്ഞ് അവനും ചവിട്ടിയിട്ടുണ്ട് അവിടെ നിന്ന് പോവും. അതിനുശേഷം ഇവരുടെ ഫ്രണ്ട്സ് എല്ലാരും കൂടെ ഇവർക്ക് നേരെ വരുമ്പോഴാണ് ഇവന്മാര് മൊത്തത്തിൽ പേടിച്ചോവും ഇവരൊക്കെ എന്തിനാ ഇങ്ങനെ ഓടുന്നതെന്ന് പറഞ്ഞ്. അങ്ങനെ ലിംജിങ്ങനും വാഷ്റൂമിൽ ചെന്ന് ക്ലീൻ ചെയ്ത് നോക്കുമ്പോഴാണ് അവിടെ ഫുള്ള് ആൾക്കാരായിരിക്കും. അതോടെ അവളും മൊത്തം ടെൻഷനായി ഇനി എങ്ങനെ വാഷ് ചെയ്യുന്ന പറഞ്ഞ് ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാരും കൂടെ ഇവളെ ചുറ്റി വളയ്ക്കും. അങ്ങനെ അവരെല്ലാരും കൂടെ ലിംജിങ്ങും ദേഷ്യത്തിലെന്ന് പറഞ്ഞ് മറ്റവനോട് സോറി വയ്ക്കാൻ പറയുമ്പോഴാണ് അവനെ അറിയാ ചെയ്തതെന്ന് പറഞ്ഞ് അവളോട് സോറി വയ്ക്കും. പക്ഷെ ഇപ്പൊ ലിംജിങ്ങിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇവളിപ്പോ എല്ലാവരും ഫ്രണ്ട് വെച്ച് ഫേസ് ക്ലീൻ ചെയ്ത ഇവളുടെ മേക്കപ്പ് മൊത്തത്തിൽ പോവും. അതിനുശേഷം ഇവരെല്ലാരും കൂടെ ഇത്രയും ദിവസം മേക്കപ്പ് ഇട്ട് ആളെ പറ്റിക്കായിരുന്നെന്ന് എല്ലാരും ആക്കി വിടുന്ന അവള് വിചാരിക്കുന്നത്. അങ്ങനെ ആ പേടിയിൽ അവള് നിൽക്കുമ്പോഴാണ് പുറയുന്ന സൂഹയും വന്നിട്ട് അവന്റെ യൂണിഫോം എടുത്ത് അവളുടെ ഫേസ് മറിച്ചിട്ട് അവൻ അവിടെ നടന്നു പോകും. അതേസമയം സാർ അവിടേക്ക് വന്നിട്ട് എല്ലാരും അവളെ ഹെൽപ്പ് ചെയ്യാതെ വായി നോക്കി നിൽക്കുന്നെന്ന് പറഞ്ഞ് അവരെല്ലാം ഓട്ടിച്ചിടും. അതിനെ ശിവനും അവളും വിളിച്ചോണ്ട് വേറൊരു വാഷ്റൂമിലേക്ക് ചെല്ലുമ്പോഴാണ് അതേസമയം അവിടേക്ക് ഹൻസുജൻ വന്നിട്ട് എല്ലാവരും ഫ്രണ്ട് ഷോ കാണിച്ചത് അവൻ ഇഷ്ടപ്പെട്ടെന്ന് തർക്കിച്ചോണ്ടിരിക്കും. ഇതോടെ സൂഹവും ദേഷ്യത്തി ഇവൻ എന്തോ ചെയ്യുന്നത് നോക്കുന്നതാണോ അവന്റെ പരിപാടിയും ചോദിക്കുമ്പോഴാണ് ഇവർ തമ്മിൽ വീണ്ടും വഴക്കാം. അതേസമയം ലിംജിങ്ങനും അവൾ വീണ്ടും മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ഒരു സെക്കൻഡ് പേടിച്ചോ എന്ന് പറഞ്ഞ് അവളും പുറത്തേക്ക് വരുമ്പോഴാണ് അവിടെ സൂഹയാന്ന് വിചാരിച്ച് ഇവള് ഹെൽപ്പ് ചെയ്യുന്ന താങ്ക്സ് പറയും. പക്ഷെ അവിടെ നിൽക്കുന്നത് ഹൻസുജനാണ്. അതോടെ അവനും അവന്റെ ഹെൽമെറ്റ് ഓടാൻ ചോദിക്കുമ്പോഴാണ് അവൾ നാളെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് രക്ഷോട്ട് ഓടിപ്പോകും. അതിനുശേഷം ഇവളും ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ അവരെല്ലാരും കൂടെ ഇവൾക്ക് അങ്ങനെ പറ്റിയത് സോറി വയ്ക്കും. അതിനുശേഷം ലിംജിങ്ങും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് അവൾ സീറ്റിലേക്ക് ചെന്നിരിക്കുമ്പോഴാണ് സൂഹ എന്തിനായിരിക്കും രക്ഷിച്ചതെന്ന് പറഞ്ഞ് അവൾ മൊത്തത്തിൽ കൺഫ്യൂസ് ആകും. അതിനുശേഷം ഇൻട്രോൾ സമയത്ത് അവളുടെ അനിയനോട് ചെന്ന് ഇതുവരെ ആരോടും മിണ്ടാത്ത സൂഹ എന്തിനാ ഇവളെ മാത്രം ഹെൽപ്പ് ചെയ്തെന്ന് ചോദിക്കും. അപ്പോഴാണ് അവന് ഒരുപക്ഷെ ഇവള് മേക്കപ്പ് ഇടുന്ന കാര്യമൊക്കെ അവ അറിഞ്ഞാണെന്ന് അറിയും. അതോടെ അവള് മൊത്തത്തിൽ പേടിച്ചിട്ട് ഒരുപക്ഷെ അവന് സത്യം അറിയാമെങ്കിൽ പിന്നെന്തിനാ ഹെൽപ്പ് ചെയ്തെന്ന് ചോദിക്കുമ്പോഴാണ് അനിയന് ഒരുപക്ഷെ സൂഹ പതിയെ ഇവളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് തീർക്കാനായിരിക്കും പ്ലാൻ എന്ന് അവൻ പറയും. അതോടെ ഇവളും മൊത്തത്തിൽ പേടിച്ചിട്ട് ഇനി സൂഹോ ഇവള് മൊത്തത്തിൽ മേക്കപ്പാന്ന് എല്ലാവരോടും പറയാന്നറിഞ്ഞ് അവളും പേടിച്ചിരിക്കും. അങ്ങനെ അതുകൊണ്ട് എവിടെ വെച്ച് അവനെ കണ്ടാലും അവൻ ഇവളെ പ്രതികാരം ചെയ്യുന്ന പോലെ ഇവൾക്ക് ഫീൽ ആകും. അതോടെ അവളും പേടിച്ചിട്ട് അവിടെ നോക്കുമ്പോഴാണ് ഇവനൊന്നും മനസ്സിലാവാതെ ഇവനെ കണ്ടാത്തിന് എന്തിനാ പേടിച്ചോടുന്നെന്ന് പറഞ്ഞ് അവൻ അടുത്തേക്ക് നിൽക്കും. അപ്പോഴാണ് അവനും പേടിച്ചിട്ട് ഇവൻ ഇപ്പത്തിന് ഇവളുടെ സത്യം ക്ലാസ്സിലുള്ള എല്ലാവരോടും പറയുന്ന അറിഞ്ഞിരിക്കുമ്പോഴാണ് അവൻ ഇവൾക്ക് നോട്ട്സ് തരാൻ വന്നേന്ന് പറഞ്ഞിട്ട് അവൻ ബുക്ക് എടുത്തിട്ട് അങ്ങ് പോകും. അപ്പോഴാണ് അവൾക്ക് സമാധാനമാകുന്നത്. അതിനുശേഷം ഇവളും തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് അതേസമയം ഇതെല്ലാം സൂഹയും കണ്ടോണ്ടിരിക്കും. കാരണം അവൻ ആളെ പിടിയിട്ട് ഇവൻ ബുക്ക് സ്റ്റോർ വെച്ച് കാണുന്നത് ലിംജിങ്ങിനാണെന്ന്. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയിലെ ലൈക്ക് ചെയ്തിട്ട് മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.